നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ ഏറെ പുകഞ്ഞ നിയമസഭാ കയ്യാങ്കളി കേസിൽ ഇപ്പോൾ LDFന് കനത്ത തിരിച്ചടി. നിയമസഭയിൽ വനിതാ MLA-മാരെ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ച് UDF MLA-മാർക്കെതിരെ നൽകിയ പരാതിയിൽ അവസാന കേസും റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി. മുൻ MLA AT ജോർജിനെതിരെ LDF വനിതാ MLA-മാർ നൽകിയ കേസാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇതോടെ MLA-മാരെ UDF MLA-മാർ കൈകാര്യം ചെയ്തുവെന്നും അപമര്യാദയായി പെരുമാറിയെന്നും ആരോപിച്ചുള്ള കേസുകൾ അവസാനിച്ചു. നിയമസഭാ കയ്യാങ്കളി കേസിൽ ഇപ്പോൾ VD സതീശൻ സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം കോടതിയിൽ നിന്ന് ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് CPM-നെ ലഭിച്ചിരിക്കുന്നത്. UDF MLA-മാരായ ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെയാണ് ഹൈക്കോടതി ഇപ്പോൾ ഇതോടെ കുറ്റവിമുക്തരാക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കുറ്റങ്ങളിൽ നിലനിൽക്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മുൻ നാട്ടിക MLA ഗീതാ ഗോപിയാണ് പരാതിക്കാരി. ഇതോടെ നിയമസഭാ കയ്യാങ്കളി കേസിന് ഇനി ഒരു കേസ് മാത്രമാണ് നിലനിൽക്കുക. ഇതോടെ ഇടത് MLA-മാർ വിചാരണ നേരിടേണ്ടി വരും. സ്ത്രീത്വത്തെ അപമാനിച്ച കേസ് റദ്ദാക്കിയതോടെ ഒറ്റ കേസായി വിചാരണ നടക്കും. ഈ കേസ് അടുത്ത മാസം 16-ന് തിരുവനന്തപുരം CJM കോടതി കേസ് പരിഗണിക്കും. ബഹളത്തിനിടെ വനിതാ MLA-മാരായിരുന്ന KK ലതിക, ജമീല എന്നിവരെ അന്യായമായി തടഞ്ഞുവെച്ച് കയ്യേറ്റം ചെയ്തുവെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കേസ് നിലനിൽക്കുമെന്ന തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ മുൻ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. നിയമസഭയ്ക്കുള്ളിൽ നടന്ന സ്വാഭാവിക രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കിടയിലെ സംഭവ വികാസങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റം ചുമത്താൻ തക്കതായ തെളിവുകളോ നിയമപരമായ നിലനിൽപ്പോ ഇല്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി വിധി പുറത്തിറക്കിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 341, 323, 34 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് മുൻപ് K ശിവദാസൻ നായരെ 1ാം പ്രതിയാക്കിയും മറ്റു നേതാക്കളെ കൂട്ടുപ്രതികളാക്കിയും ക്രൈംബ്രാഞ്ച് തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. അന്നത്തെ വാച്ച് ആൻഡ് വാർഡർമാരുടെയും LDF അംഗങ്ങളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം. 2015 മാർച്ച് 13-നായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി KM മാണിയുടെ ബജറ്റ് അവതരണം തടസ്സപ്പെടുത്തുന്നതിനായി LDF അംഗങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ വൻ പ്രതിഷേധവും അതിക്രമവും അഴിച്ചുവിട്ടത്. സ്പീക്കറുടെ ഡയസ് തകർക്കുകയും കമ്പ്യൂട്ടറുകളും കസേരകളും മൈക്കുകളും അടിച്ചു തകർക്കുകയും ചെയ്ത സംഭവത്തിൽ ലക്ഷങ്ങളുടെ പൊതുമുതലാണ് നശിച്ചത്. പൊതുമുതൽ നശിപ്പിച്ച കേസിൽ V ശിവൻകുട്ടി, EP ജയരാജൻ, KT ജലീൽ, K അജിത്ത്, K കുഞ്ഞഹമ്മദ് മാസ്റ്റർ, CK സദാശിവൻ എന്നീ 6 പ്രമുഖ LDF നേതാക്കളായിരുന്നു വിചാരണ നേരിടുന്ന പ്രധാന പ്രതികൾ. LDF നേതാക്കൾ പ്രതികളായ പൊതുമുതൽ നശീകരണ കേസ് പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വരെ നിയമപോരാട്ടം നടത്തിയെങ്കിലും പരമോന്നത കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനത്തോടെ ഹർജി തള്ളപ്പെടുകയായിരുന്നു. തങ്ങളുടെ നേതാക്കൾ മാത്രം വിചാരണ നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ സമ്മർദ്ദം മറികടക്കാനാണ് LDF ഭരണത്തിൽ െത്തിയ ശേഷം പരാതികൾ പൊടി തട്ടിയെടുത്ത് 4 UDF MLA-മാർക്കെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച് കുറ്റപത്രം നൽകിയത്. LDF-ന്റെ ഈ രാഷ്ട്രീയ പ്രതിരോധ നീക്കത്തിനാണ് ഹൈക്കോടതി ഉത്തരവോടെ വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നത്. വിചാരണ നേരിടാൻ നിർദ്ദേശിച്ച മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ UDF നേതാക്കൾ നൽകിയ റിവിഷൻ ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും LDF നേതാക്കളുടെ അതിക്രമങ്ങൾ മറച്ചുപിടിക്കാൻ തങ്ങളെ ബലിയാടാക്കുകയാണെന്നുമുള്ള UDF നേതാക്കളുടെ വാദം കോടതി ഭാഗികമായി ശരിവെക്കുകയായിരുന്നു. കേസ് ഹൈക്കോടതി റദ്ദാക്കിയതോടെ UDF-ന് ആശ്വാസവും LDF-ന് തിരിച്ചടിയുമായി മാറി.